കോട്ടയം നഗരസഭാ സാമ്പത്തിക തട്ടിപ്പ് ചർച്ച ചെയ്യാൻ പ്രത്യേക കൗൺസിൽ യോഗം ഇന്നുച്ചയ്ക്ക് 2:30 ചേരും. സാമ്പത്തിക ക്രമക്കേട് പുറത്തു വന്നതിന് ശേഷം ചേരുന്ന ആദ്യ കൗൺസിൽ യോഗമാണിത്. 211 കോടിയുടെ സാമ്പത്തിക ക്രമക്കേടാണ് പുറത്തു വന്നത്. അഞ്ജന അനിൽകുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഞ്ജന, ഒന്നും രണ്ടും അല്ല, 211 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് പുറത്തു വന്ന വിഷയമാണ്. ഇന്ന് കൗൺസിൽ ചേരുമ്പോൾ സംഘർഷ സാധ്യതയുണ്ടോ? തീർച്ചയായും അരുൺകുമാർ, UDF ഭരിക്കുന്ന കോട്ടയം നഗരസഭയിൽ ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ പുറത്തുവരുന്ന ഒരു സാഹചര്യമായിരുന്നു. 6 മാസങ്ങൾക്ക് മുൻപുള്ള പെൻഷൻ തട്ടിപ്പിൽ തുടങ്ങിയതാണ്. അതിനുശേഷം 211 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഈ ക്രമക്കേട് വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം ചേരുന്ന ആദ്യ കൗൺസിൽ യോഗമാണ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 പ്രത്യേക കൗൺസിൽ ചേരുന്നത്. മറ്റ് വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയ്ക്കുണ്ടെങ്കിലും പ്രതിപക്ഷം ആദ്യം തന്നെ ഉന്നയിക്കാൻ സാധ്യത ഈ വിഷയം തന്നെയാണ്. നേരത്തെ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപെല്ലാം തന്നെ പ്രതിപക്ഷങ്ങൾ വലിയ പ്രതിഷേധങ്ങളുമായി നഗരസഭയിലേക്ക് എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഒരു വിശദീകരണം ഇതുവരെയും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ 211 കോടി രൂപ എവിടെ പോയെന്ന കാര്യത്തിൽ യാതൊരുവിധ വിശദീകരണവും നൽകിയിട്ടില്ല. അതിനാൽ തന്നെ ഈ വിഷയമായിരിക്കും ഇന്ന് ആദ്യം തന്നെ ചർച്ച ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ മറ്റ് പെൻഷൻ തട്ടിപ്പ് തുടങ്ങിയ വിഷയങ്ങളും എല്ലാം തന്നെ ഇന്ന് ചർച്ചയ്ക്കെടുക്കും. യാതൊരു വിധത്തിലെ വിശദീകരണവും ഇതുവരെ ഭരണപക്ഷം ഇതിന് നൽകിയിട്ടില്ല. പ്രത്യേകിച്ചും ചെയർപേഴ്സണെതിരെയും എല്ലാം തന്നെ വലിയ പരാതികൾ ഉയർന്നതാണ്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും യാതൊരു വിശദീകരണത്തിനോ മറ്റ് കൗൺസിലർമാർ അടക്കമുള്ളവർ ഒപ്പിട്ട് നൽകിയതിനെ തുടർന്നാണ് ഇന്നൊരു പ്രത്യേക കൗൺസിൽ ചേരാൻ തന്നെ തീരുമാനമായിരിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് 2:30 പ്രത്യേക കൗൺസിൽ യോഗം ചേരുക. ഈ 211 കോടി കാണാനില്ലാത്ത സംഭവമായിരിക്കും ഇന്നത്തെ പ്രധാന ചർച്ച. 211 കോടി രൂപ കാണാനില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതെവിടെ പോയി, ആരടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ചേരുന്ന കൗൺസിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.